ഇന്ന് നമുക്ക് വാഴച്ചുണ്ട് തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല ഫ്രഷായ വാഴച്ചുണ്ടാണ്, നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ദാ ഈ ചുണ്ട് നമുക്ക് ഒടിച്ചെടുക്കാം. അത് ഒടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ പൊളിച്ച് കളയണം. അതിൻ്റെ ഉള്ളിൽ ആ പൂവ് കളയേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ പൂവൊക്കെ കളയാം കേട്ടോ. പക്ഷെ പോള പറിച്ച് കഴിയുമ്പോൾ അതിനകത്തുള്ള പൂവ് കളയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് അരിഞ്ഞിടാവുന്നത്. ആ പൂക്കൾ കളയേണ്ട ആവശ്യമില്ല, അത് നമുക്ക് അരിഞ്ഞെടുക്കാം. അത് നല്ല ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇതാണ് പൂവ്. അപ്പോൾ മുകളിൽ കട്ടിയുള്ള പാടയൊക്കെ പൊളിച്ച് കളഞ്ഞ് ആ പൂക്കളൊക്കെ വെച്ചിട്ട് ആ പൂക്കൾ ആദ്യം നമുക്ക് അരിഞ്ഞെടുക്കണം. കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, ആ പൂവിലൊന്നും ഇല്ല. അത് ആ പാടയ്ക്കുള്ളിലായതുകൊണ്ട് പ്രത്യേകിച്ച് അതിൽ മണ്ണോ ചെളിയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ സംഭവം നമ്മൾ കഴുകും, ആ കുഴപ്പം നമ്മൾ കഴുകും. അത് കഴിഞ്ഞ് ഇങ്ങനെ കൊത്തി നൈസായിട്ട് അരിയണം. നൈസായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൈ കൊണ്ട് തിരുമ്മി പിന്നെ ഒരു പപ്പടക്കോല് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ച് കഴിയുമ്പോൾ അതിലെ നാര് ഇങ്ങനെ നമുക്ക് എടുക്കാൻ കിട്ടും. അപ്പോൾ അതിനൊരു 3-4 തവണ എടുക്കുമ്പോഴത്തേനും അതിൻ്റെ കറയും ആ നാരൊക്കെ ഒന്ന് പോയി കിട്ടും. അതിന് ശേഷം നമ്മൾ ഗ്യാസ് കത്തിച്ച് ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിനകത്തോട്ടേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിക്കുക. പിന്നെ കുറച്ച് ചുവന്നുള്ളി ഇങ്ങനെ അരിഞ്ഞതിടുക. അത് നല്ല മൂത്ത് കഴിയുമ്പോൾ മൊരിഞ്ഞ് വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴച്ചുണ്ട് അതിലേക്ക് ഇടുക. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഇളക്കി മൂടി വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പുണ്ടാക്കാം. അരപ്പിനായിട്ട് നമ്മളിതാ കാന്താരിമുളക്, ചെറുള്ളി, ജീരകം, കറിവേപ്പില, ഇത്രയും സാധനം ആദ്യം നല്ല പോലെ അരയ്ക്കണം. പിന്നെ തേങ്ങയൊന്ന് ചതച്ചെടുക്കാൻ, ഈ ഒരു രൂപത്തിൽ തേങ്ങ എടുക്കാൻ പാടുള്ളൂ. നല്ല അരഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ആ തേങ്ങ കൂടെ അതിലിട്ടിട്ട് ഇളക്കിയിട്ട് മൂടി വെക്കണം. കുറച്ച് കഴിഞ്ഞ് തുറന്ന് വെച്ചിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതാ ഈ ഒരു രൂപത്തിലിരിക്കും. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ വലിയാൻ വേണ്ടിയിട്ടാണ് തുറന്ന് വെച്ച് ഇങ്ങനെ ഇളക്കി ഒരു 2-3 മിനിറ്റ് ചൂടാക്കി കഴിയുമ്പോഴത്തേനും സംഭവം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ.